എൻ്റെ അച്ഛൻ ഓപ്പറേഷൻ കഴിഞ്ഞ് മേജർ സർജറി 7 ബ്ലോക്കറ്റ് ഉണ്ടായി. ഞാൻ തിരിഞ്ഞു പോലും ഹോസ്പിറ്റലിൽ നോക്കിയിട്ടില്ല. അച്ഛൻ എപ്പോഴെങ്കിലും കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ, ഹഗ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അടുത്ത കാലത്തൊന്നുമില്ല. റീസെൻ്റ് ബിഗ് ബോസിന് മുമ്പ് അച്ഛൻ ഭയങ്കര സിറ്റുവേഷൻ, ചോരയൊക്കെ വന്ന് കണ്ണൊക്കെ കാഴ്ച പോയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ എന്നിട്ടും ബാംഗ്ലൂർ പോയില്ല. സ്നേഹ പൊട്ടിത്തെറിച്ചിട്ടുണ്ടോ സായി? ഇഷ്ടം പോലെ ഉണ്ട്. അത് ഇപ്പം ഞാൻ പറയട്ടെ, നമുക്ക് ഉള്ളിൻ്റെ ഉള്ളൊരു പേടി കാണും. വൈഫ് പോവോ, അമ്മ പോവോ, ഞാൻ ഇനി ചൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമോ, അങ്ങനെയൊക്കെ തോന്നാം. അച്ഛാന്ന് വിളിക്കുന്നത് ഭയങ്കര സന്തോഷമാണ് അങ്ങേര്. പിന്നെ അങ്ങേര് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേരെ സെൽഫി എടുക്കാൻ ആൾക്കാർ വരുന്നു, സ്ക്രീനിൽ വന്നു, നല്ല രീതിയിലേക്ക് മാസ് ഡയലോഗ് അടിച്ചു പോയി അല്ലേ. അങ്ങനെ ഞാൻ സെവൻസ് കളിക്കാൻ പോയതാണെന്ന് വിചാരിച്ചു തോന്നുന്നു. ചില ഗെയിമിൽ ഞാൻ ജാസ്മിനെ നോക്കും, ജാസ്മിൻ അതന്നെന്ന് പറയും. രണ്ടുപേരും ചെയ്തു വരുമ്പോൾ ഒരേ സാധനം. ഇപ്പോൾ ഒന്നിനും തന്നെ ഇഷ്യൂ ഇല്ല. ഞാൻ ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല എവിടെയും ഇത് സോർട്ടായി സെറ്റിലായി, ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് അങ്ങനെ ഒരു സംസാരിക്കില്ല, എനിക്കത് സോൾവ് ചെയ്യാൻ താല്പര്യമില്ല. പിന്നെ ഞാൻ ചെയ്യാത്തൊരു കാര്യത്തിനും പറയാത്തൊരു കാര്യത്തിനുമാണ് കയറിയിട്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും വിളിച്ചത്. സോ അത് സെറ്റിൽ ആവുന്ന കഴിഞ്ഞാൽ എനിക്ക് ഒരു താല്പര്യമുണ്ട്. ചിലർക്കൊക്കെ അവിടെ സ്ട്രെസ് വന്ന് പൊട്ടാൻ നിൽക്കുമ്പോൾ എനിക്ക് സുഖമാണ്, നേരെ പോയി ഫൂഫു പറഞ്ഞ് പൂരി വിട്ട് പോന്നാൽ മതി, അങ്ങനെയാണല്ലോ പറയാറ്. സുഖം വലിക്കാതൊന്നും എനിക്ക് അറിയില്ല. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ബെസ്റ്റ് ഗെയിമർ ആരാണെന്ന് പറയണം. 2 പേരെ പേര് പറയും. സോ അതിലൊരാളെ ആരാണ് ബെസ്റ്റ് ഗെയിമർ എന്ന് പറയണം. ഇല്ലാത്ത ഒരാളാണെങ്കിൽ പറഞ്ഞ 2 പേരിൽ അങ്ങനെ ഓരോരോ 2 പേരായിട്ട് തോന്നിയില്ലെങ്കിലോ ഒരാളും പറഞ്ഞു പറ്റും. അതിലൊരാളുണ്ടാവും കമ്പാരിറ്റീവ്ലി ആ പറയുന്ന 2 പേരില്. സോ അർജുൻ ഓർ അഭിഷേക്? ഗെയിമർ ഇൻ ദ സെൻസ് എനിക്ക് അഭിഷേക്. ഓക്കെ. ജാസ്മിൻ ഓർ ജിൻഡോ? അത് രണ്ടുപേരും ഈക്വലാ ശരിക്കും. ജാസ്മിൻ. ഋഷി ഓർ ശ്രീതു? ഋഷി. സിജോ ഓർ നോറ? സിജോ ആണ്. ആരെങ്കിലും അവിടെ എന്നുള്ള രീതിയിലേക്ക് ഇപ്പോഴും ഫൈനലോട്ട് കിടക്കുമ്പോഴും അവിടെ ഡിസേർവ് ചെയ്യുന്നില്ല നിങ്ങൾ സീറ്റ് എന്നുള്ളത് അങ്ങനെ തോന്നുന്ന ആരെ ശരിക്കും? ഇല്ല, ഡിസേർവ് ചെയ്യുന്നവർ പുറത്തു പോയെന്ന് തോന്നുന്നുണ്ടോ? എനിക്കെന്തോ അപ്സര പോയ സമയത്തൊരു തോന്നി, ഒരു വാവ് ഞങ്ങൾ പറയുന്നുണ്ട്, അത് പുറത്ത് ജനങ്ങളിലേക്ക് എത്തി പറയും. ഞാനും സിജോ കൃത്യമായിട്ട് പറയുന്നുണ്ട്, 70 മുതൽ 75 ദിവസം വരെയുള്ള ദിവസത്തിലെ എവിക്ഷൻ ഒരു വാവ് എവിക്ഷൻ ആവും. അപ്പോൾ നമ്മളെ ലിസ്റ്റിൽ അപ്സര ഇല്ല. നമ്മൾ മൈൻഡ് വിചാരിക്കുന്നത് ജാസ്മിൻ, നമ്മുടെ മനസ്സിൽ ജാസ്മിൻ, നോറ അങ്ങനത്തെ പേരുകൾ നമ്മളെ മൈൻഡിൽ വരും. നമുക്ക് ഒരിക്കലും അപ്സര നമ്മളെ മൈൻഡിൽ വരുന്നില്ല. അപ്സര പോയപ്പോൾ ലിറ്ററലി ഞങ്ങൾ പോയി. ബാക്കി അഭിഷേക് അപ്സര പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാക്കി ആരും അപ്സര പോകുമെന്ന് പറയുന്നില്ല. ശരിക്കും ഇങ്ങനെ പുറത്ത് വന്നതിൽ ഈ ആൾക്ക് ഇങ്ങനെയും സപ്പോർട്ടോ ഞെട്ടിക്കുന്ന സപ്പോർട്ട് കിട്ടിയത് ആർക്കായിരുന്നു പുറത്ത് വന്നറിയുന്നതിൽ? അങ്ങനെ ആരുമില്ല, എല്ലാവർക്കും ഒരു ഈക്വൽ സാധനമാണ്. അല്ലാതെ ഞാൻ ഈ പോകുമ്പോൾ കണ്ട അതേ രീതിയിലേക്ക് തന്നെയാണ് തിരിച്ചു വരുമ്പോഴും അതേ രീതിയിലേക്ക് തന്നെയാണ്. ഇപ്പോഴും ഒരു അൺസർട്ടൈൻ ആണല്ലോ. ഇപ്പോൾ കഴിഞ്ഞ സീസണൊക്കെ വെച്ച് 40-50 ദിവസം ആര് കപ്പടിക്കുന്നുള്ളത് ഏകദേശം അറിയാം. എല്ലാ സീസണിലും ആ ഒരു സംഗതി ഉണ്ടായിരുന്നു. ഈ സീസൺ അത് ഫിനാലെ എത്താൻ നേരത്തും ആർക്കും ഒരു പിടുത്തമില്ല, ഇത് ആര് കയറും ആര് താഴും എന്നുള്ളത്. പിന്നെ അവരും അത് ഇപ്പം ഫാമിലി വന്നു പോയപ്പോൾ ഉണ്ടായൊരു മാറ്റം ഇപ്പം നിൽക്കുന്നവരാണെങ്കിലും അതിൽ ഒരുപാട് പേർക്ക് മനസ്സിലായി. ഒന്നും ഇപ്പം ഞങ്ങൾ ഇങ്ങനെയായിരുന്നു, ഒരു ക്ലൂ ഇങ്ങനെ നടന്നിരുന്നത്, എല്ലാവരും അത് ക്ലൂ എന്ന് പറഞ്ഞാൽ നടന്നിരുന്നത്. ആർക്കും ഒന്നും കിട്ടുന്നില്ല, ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല, എല്ലാവരും കൺഫ്യൂസ്ഡ്. എല്ലാവരും ഒരു 2 ആഴ്ച മുന്നേ സ്വിച്ച് ഓഫ് ആയി. 12th വീക്ക് ടിക്കറ്റ് ഫിനാലെ കഴിഞ്ഞതോട് കൂടിയിട്ട് കംപ്ലീറ്റ് ആളുകളും സ്വിച്ച് ഓഫ് ആയി. എല്ലാവരും ഒരു ഫ്രണ്ട്ഷിപ്പ് മൈൻഡിൽ മാറി. നമ്മൾ ടൈറ്റിൽ കാർഡിലേക്ക് പോവാണ്. ചില പേരുകൾ പറയും, അത് ആർക്കാണ് മാച്ച് ആവുന്നത്, അത് ആരായിരിക്കും എന്നുള്ളത് പറയണം. ഓക്കെ, സോ ഈഗിൾ ആരാണ്? ആ വീട്ടിലെ ഈഗിൾ റാഞ്ചിക്കൊണ്ടു പോകുന്നവൻ. കറക്റ്റ് കളി സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടോ ഇല്ലെങ്കിൽ ഗെയിമർ നല്ല രീതിയിലേക്കോ ആരാണ്? ഈഗിൾ ഞാൻ ജിൻഡോനെ പറയും. ജിൻഡോ കണ്ണിങ് ആണ്. ഓക്കെ. സോപ്പ് മേക്കർ ആരാ? സോപ്പ് മേക്കർ ഒരുപാട് പേരുണ്ടായിരുന്നു. മെയിൻ ആരാ? എല്ലാരും പറയും, ഈവൻ ഇനിയും പറയാൻ പറ്റും. ഞാനും കുറെ ഷുഗർ കോട്ട് ചെയ്തിട്ടാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത് അല്ലേ? ഒരു മധുരത്തിന്റെ മേമ്പൊടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണ്ട് ഡെഫിനറ്റ്ലി. യെസ്. ആൻഡ് ക്രൂപ്പർ ആയിട്ടുള്ള ഗെയിമർ ആരാ? ഞാൻ തന്നെ.
ആണ് ഗെയിമിൽ. ഓക്കെ. ഇനി പോരുമ്പോൾ അത് അവിടെ ആരായിരിക്കും? ജാസ്മിൻ ജാസ്മിനാണ്. ജാസ്മിൻ കളിക്കും ഗെയിം വരുമ്പോൾ. ഓക്കെ. കൃത്യമായിട്ട് ലൂപ്പോൾ അറിയാം, കൃത്യമായിട്ട് ഒരു ഗെയിമിനെ അപ്രോച്ച് ചെയ്യാൻ അറിയാം. അപ്പൊ അതിനകത്ത് ജാസ്മിന് സായിക്ക് ജാസ്മിൻ ഒരു ചലഞ്ച് ആയിരുന്നത് കണ്ടിരുന്നത് നിങ്ങൾ തമ്മിലായിരുന്നു? ഇല്ല, ഞങ്ങൾ രണ്ടും ടീമായിരുന്നു പല ഗെയിമിലും. എവിടേക്കോ ഉള്ളിലുണ്ടായിരുന്നോ ഈ ഒരു ചലഞ്ച്? ഇല്ല ഇല്ല, ഞങ്ങൾ ഒപ്പം നിൽക്കുമ്പോൾ ഞാൻ ചില ഗെയിമിൽ ഞാൻ ജാസ്മിനെ നോക്കും. ജാസ്മിൻ അതന്നെന്ന് പറയും. രണ്ടുപേരും ചെയ്തു വരുമ്പോൾ ഒരേ സാധനം. അതായത് ഒരു ഗെയിം വരുമ്പോൾ ഒരു ലൂപ്പ് ഉണ്ടാവും. കൃത്യമായിട്ട് അത് ഞാനും ജാസ്മിനും കിട്ടിയിട്ടുണ്ടാവും. ഞങ്ങൾ രണ്ടും തോട്ട് പ്രോസസ്സും ഒന്നായിരിക്കും. അൺഫോർച്ചുനേറ്റ്ലി കുറേ പേര് ജാസ്മിനെ ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ട് ജാസ്മിൻ ആദ്യം എല്ലാ ഗെയിമിലും അടിച്ച് പുറത്തു പോയിരിക്കും. ബ്യൂട്ടി ക്യൂൻ നമ്മുടെ ക്യൂട്ട്നെസ് ഓവർലോഡ് ശ്രീതു ചൂട്ടി. ഓക്കെ. ഷാർപ്പ് ആരോ ആരാ? ഷാർപ്പ് ആരോ സിജോ ഷാർപ്പാണ്. വെർബലി ഭയങ്കര ഷാർപ്പാണ് സിജോ. തോട്ട് പ്രോസസ്സിനും ഷാർപ്പാണ് സിജോ. സിജോന്റെ ശരിക്കും ആദ്യത്തെ വരവും ഒരു 2.0 എങ്ങനെയാണ് ഡിഫറൻസ്? ഭയങ്കര സർവൈവൽ. അങ്ങനെ ഒരാൾക്ക് സർവൈവ് ചെയ്ത് വരാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം ഞാൻ നേരത്തെ ഫിസിക്കൽ കേസ് പറഞ്ഞപ്പോൾ ഞാൻ സിജോന്റെ കാര്യമാണ് ഞാൻ ചോദിക്കാൻ വന്നത്. അല്ലേ, അത്തരത്തിൽ വന്ന് ഞാൻ ആ സ്റ്റേജിലാണെങ്കിൽ ഞാൻ കയറൂല. ഇല്ല, തിരിച്ചു വരില്ല. കാരണം ഇത് ഇപ്പം എനിക്കറിയില്ല ഇത് വിഷ്വൽസ് വന്നോ ഇല്ല എന്നുള്ളത്. ഇനി ഇല്ലെങ്കിൽ ഞാൻ പറയുകയാണ്, ഒരു മനുഷ്യൻ തിരിച്ചു വരവിൽ വർത്തമാനം പറയാൻ പറ്റില്ല എന്ന് ക്ലിയർ ആയിട്ട് ഡോക്ടർ പറഞ്ഞാൽ വെർബൽ എബിലിറ്റീസ് എടുക്കാൻ പാടില്ല. ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ തല കുനിച്ചിട്ടോ തല സൈഡിലാക്കിയിട്ടോ ഇങ്ങനെ ഒരു ആക്ടിവിറ്റിയും സിജോക്ക് ചെയ്യാൻ പറ്റില്ല. വെർബലി സിജോ ലോക്ക്, ഫിസിക്കൽ ആക്ടിവിറ്റി സിജോ ലോക്ക്. ഇങ്ങനെ ഒരാൾ കയറി ഇതുവരെ സർവൈവ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ അതൊരു മെനക്കെട്ട പണിയാണ്. സിജോൻ്റെ വായിന്ന് പലപ്പോഴായിട്ട് ചോരയും പസ് വരുന്നത് ഇവൻ ആരും കാണിക്കില്ല. ഇവൻ ഓടിപ്പോയി ഇത് ഫ്ലഷ് ചെയ്തിട്ട് തുപ്പിക്കളയും. ഞാൻ ചോദിക്കുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് നിന്റെ ഇത് നോക്ക്, നിന്റെ ഇത് കല്യാണം എങ്ങാണ്ടുണ്ട് സിജോൻ്റെ തോന്നുന്നുണ്ട്. ഇനി അത് എപ്പോൾ മാറ്റി വെച്ച് പോകണം. ഇവന് ഭയങ്കര റിസ്ക്കാണ് സിജോ എടുത്ത റിസ്ക് ഞാൻ എടുക്കൂല ഒരിക്കലും വായിൽ പ്ലേറ്റ് വെച്ചിട്ട്. കാരണം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. സിജോക്ക് വരുന്ന ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഫുഡാണ് വരുന്നത്. അവൻ്റെ റിക്വയർമെൻറ്റിൽ അവന് കൃത്യസമയത്ത് ഫുഡ് വരുന്നു. അത് ചിലപ്പോൾ നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ടായിരിക്കാം. ചിലപ്പോൾ ആ ഫുഡ് ഭയങ്കര സീനാണ് സിജോന്റെ പ്രശ്നം. സിജോന്റെ സർവൈവൽ അൺമാച്ചബിൾ ആണ്. എനിക്ക് തോന്നുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാനൊരു ഫിസിക്കൽ കണ്ടീഷനിലൂടെ പോയൊരു മനുഷ്യനായതുകൊണ്ട് എനിക്കത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ദിസ് ഈസ് സംതിങ് എൻറ്റയർലി ഡിഫറെൻറ്റ്. പിന്നെ ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ കാര്യങ്ങൾ കുറേ പേർക്ക് അറിയില്ല. അതിനകത്ത് സിജോൻ്റെ കേസ് എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് അവനൊരു സിമ്പതി വെച്ചിട്ട് എല്ലാവരും കാണുന്നൊരു സ്റ്റേജും വരും. അപ്പോൾ അവന് ഗെയിമും പുറത്തെടുക്കാൻ പറ്റില്ല. സിജോൻ്റെ അടുത്ത് ആരും പോകില്ല. പോയാലേ ഗെയിം അപ്രോച്ച് ചെയ്താലേ ഗെയിം വരും. അപ്പം അവൻ ഗെയിം നോക്കേണ്ട ഒരു അവസ്ഥയും കൂടി വരുന്നു. അപ്പം അങ്ങനത്തെ ഒരു സ്റ്റേജ് സിജോൻ്റെ സർവൈവൽ ഭയങ്കരമാണ്. യെസ്. ആൻഡ് നമ്മൾ അടുത്തൊരു സെക്ഷനിലോട്ട് പോവാണ്. സീക്രട്ട് ഏജന്റ് കണ്ട ബിഗ് ബോസ്, ഇതാണ് ടൈറ്റിൽ. അതിൽ ചില പരാമർശങ്ങൾ, ചില ടൈറ്റിൽ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ നോക്കി കണ്ടത്, അതിൽ ആരെയാണ് നോക്കി കണ്ടത് എന്നുള്ള രീതിയിലേക്ക്. റോങ് ഗെയിമർ ഇപ്പോഴത്തെ സ്റ്റേജിൽ റോങ് ഗെയിമർ, അതായത് ഇപ്പോൾ ഉള്ളതാണോ അതോ എൻറ്റയർ? ഇപ്പോഴത്തെ സ്റ്റേജിലോ അല്ലെങ്കിൽ സായി ഉണ്ടായിരുന്ന സമയത്ത് തൊട്ടിട്ട് എനിക്ക് തോന്നുന്നു ശ്രീ ചേച്ചിയാണ് ഒരു ഫ്രീ ഹിറ്റ് പോലെ പോയി നിന്നത്. അൻസിബ ആൻഡ് ശ്രീ ചേച്ചി രണ്ടുപേരും. ഇപ്പം അൻസിബ ബെറ്റർ ഗെയിമറാട്ടോ. ഇപ്പോഴാണെങ്കിലോ ഇപ്പോഴത്തേലങ്ങനെ റോങ് ഗെയിമർ ആണെങ്കിൽ ആരും നിൽക്കൂലല്ലോ. എല്ലാവരും നല്ല ഗെയിമേഴ്സ്. എവിടെയൊക്കെയോ റോങ് ഗെയിമേഴ്സ് ആയിട്ടും പുറത്ത് സപ്പോർട്ടിൽ നിൽക്കുന്നു എന്ന് തോന്നുന്നു. ഇല്ല, അങ്ങനെ റോങ് ഗെയിമേഴ്സിനെ നിർത്തൂല. ശ്രീ ചേച്ചീൻ്റെ കേസ് ഞാൻ പറയാൻ കാരണം, ശ്രീ ചേച്ചിക്ക് ഗെയിം മനസ്സിലായി വന്നപ്പോഴത്തേക്കും ശ്രീ ചേച്ചി പോയി. ശ്രീ ചേച്ചിക്ക് അതാണ്ടായി. ഞാൻ നോക്കുമ്പോൾ ഏറ്റവും സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആവാൻ പൊട്ടൻഷ്യൽ ഉള്ള ആളാണ് ശ്രീ ചേച്ചി. കാരണം ചില ടാസ്കൊക്കെ വരുമ്പോൾ ശ്രീ ചേച്ചിനെ നമുക്ക് ഒരു രീതിയിലും നമുക്ക് ശ്രീ ചേച്ചീൻ്റെ മുകളിൽ നിന്ന് മാറാൻ പറ്റില്ല. ഹോട്ടൽ ടാസ്കിലൊക്കെ ആരൊക്കെ ഞങ്ങൾ പഠിച്ച പണി 18 നോക്കിയിട്ടും വന്ന ഗസ്റ്റ് അടക്കം കൊടുത്തത് മറ്റേ ഇത് നിൽക്കുന്ന ഗാർഡ് നിൽക്കുന്നത്. എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ വേറെ ഡിപ്പാർട്ട്മെന്റിനെ അടിച്ചിട്ടിട്ട് ശ്രീ ചേച്ചി 10-15 പോയിന്റ്സും കൊണ്ടുപോയി. ലിറ്ററി ഞെട്ടിപ്പോയി. ഇത് പരകായ പ്രവേശം എന്നൊക്കെ പറയില്ല. ഇത് എങ്ങനെ ഇവർ ചെയ്യണമെന്നുള്ളത് ഒരു പിടുത്തമില്ല. ഭയങ്കരമാണ് അവർ ആ ഒരു സാധനം. അവർക്ക് ആ ഗെയിമും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ കുറെ പേര് കൂടി പോയിരുന്നു. ലാക്ക് ഓഫ് റെസ്പെക്ട് അവിടെ എല്ലാവർക്കും ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്ക് തോന്നി കമ്പാരിറ്റീവ്ലി എന്ന് പറയാനില്ല. ഞാൻ പറയുമ്പോൾ അവിടെ എല്ലാവർക്കും ഈവൻ എനിക്കും ഉണ്ടായിരുന്നു കുറേ കാര്യങ്ങളിൽ. ചില സമയത്ത് നമുക്ക് തന്നെ
തോന്നി ഇനീഷ്യൽ സ്റ്റേജിൽ കേട്ടോ. പിന്നെ ലേറ്റർ ഓൺ ട്രസ്റ്റ് റെസ്പെക്ട് എന്ന് പറഞ്ഞ സാധനത്തിനൊക്കെ ലാലേട്ടൻ വന്ന് കണ്ടിന്യൂ ചെയ്യുമ്പോൾ എല്ലാവരും ആ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. തുടക്ക സമയത്തൊക്കെ ഭയങ്കര എല്ലാവർക്കും അത് സീനുള്ള ഒരു കാര്യമായിരുന്നു. പിന്നെ ഓരോരുത്തർക്ക് റെസ്പെക്ട് എന്ന് പറയുമ്പോൾ ഓരോ രീതികളാണ്. ഇപ്പം എന്നെ ഒന്ന് എടാന്ന് വിളിച്ചാൽ ചിലപ്പോൾ എനിക്കതൊരു ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് തോന്നുന്നില്ല. പക്ഷെ അതേ സമയത്ത് വേറൊരാളെ പോയിട്ട് എടാന്ന് വിളിക്കുമ്പോൾ അയാൾക്ക് അത് ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് തോന്നാം. ഈ എടാബോടെയാണല്ലോ ബേസിക്കലി അതിനകത്തുള്ള പ്രശ്നം ഞാൻ കണ്ടിട്ടുള്ളത്. മേ ബി അത് ഓരോ വ്യക്തികൾക്കനുസരിച്ച് മാറുമായിരിക്കാം. മോണോപ്പൊളി സിഗരറ്റിൻ്റെ ഒക്കെ കേസ് പറയുകയാണെങ്കിൽ ജിൻഡോ ജാൻമണി. കാരണം അത് എനിക്ക് എപ്പോഴും ഒരു ഷടാ ഇവർക്ക് സ്ട്രെസ് ബസ്റ്റർ ആണ് ശരിക്കും സിഗരറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഞാൻ നോക്കുമ്പോൾ ജിൻഡോയ്ക്ക് കൂടുതൽ ജാനുവിൻ്റെയും കൂടി മേടിച്ച് വലിച്ചിട്ടുള്ളത് ജിൻഡോ ആണ്. ടു ബി ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ജാനു വെറുതെ പോകുന്നേ ഉള്ളൂ. അപ്പൊ അത് അംഗീകരിച്ച് ഇത് ഞങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ആണോ എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. ചില സമയത്ത് ചിലർക്കൊക്കെ അവിടെ സ്ട്രെസ് വന്ന് പൊട്ടാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ സുഖമാണ്, എനിക്ക് നേരെ പോയി ഫൂഫു പറഞ്ഞ് പൂതി വിട്ട് പോന്നാൽ മതി, അങ്ങനെയാണല്ലോ പറയാറ് സിഗരറ്റ്. വലിക്കാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല, വലിക്കുന്നവർ അങ്ങനെയാണ് പറയുക. ടെൻഷൻ വരുമ്പോൾ നമുക്ക് പോയി കിട്ടുന്നത്. ഞാനൊക്കെ പോയി വെയിലത്തിരിക്കും. അനിവാര്യമാണോ ഇപ്പോൾ ഒഴിവാക്കാൻ പറ്റില്ലേ? പ്രത്യേകിച്ച് എന്നുള്ള ഈ ബുദ്ധിമുട്ടുകൾ എവിടേക്കോ ഈ സർവൈവർ കൂടിയാണ് അല്ലേ ഷോ. പക്ഷെ ഇത് യൂസ്ഡ് ആയിട്ട് ഇത് പറ്റില്ല എന്നുള്ളത് കൊണ്ട് കൂടിയായിരിക്കാം ഇത് അനുവദിക്കുന്നുണ്ടാവുക. 6 മാസമായിട്ടാണ് എന്നോട് പറഞ്ഞത്. എന്നോട് അങ്ങനെ പറഞ്ഞ 6 മാസമായിട്ടാ തുടങ്ങിയുള്ളൂ, വേറെ ഏതൊരു വ്യക്തിയെ കാണിക്കാൻ. അങ്ങനെയെങ്കിൽ ക്രൂവിന്റെ സൈഡിൽ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് ഇത് വേണ്ടാന്ന് വെക്കണ്ടേ? പല സാഹചര്യത്തിലും അങ്ങനെ വേണ്ടാന്ന് വെക്കാനുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ട്. ലാലേട്ടനാണെങ്കിലും ശ്വേത ചേച്ചി ആണെങ്കിലും വന്ന സമയത്തൊക്കെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വ്യക്തി ഡൗൺ ആയി പോണതാണ് ഭയങ്കരമായിട്ട്. പക്ഷെ അത് മൂലം കൊടുക്കുന്നത് സൊസൈറ്റി കൊടുക്കുന്ന റോങ് മെസ്സേജ് അല്ലേ? അതുകൊണ്ട് തന്നെ ഒരു ടാസ്ക് വന്നിരുന്നു ഈ അടുത്ത്. ബോഡി ബിൽഡറായ ജിൻഡോ സിഗരറ്റിനെ കുറിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞൊരു മോർണിംഗ് ടാസ്ക് വന്നിരുന്നു. പിന്നെ അങ്ങനെ പേഴ്സണൽ താല്പര്യമാണ്. പക്ഷെ ഓരോരുത്തരുടെ വ്യക്തി അവിടെ കാണുന്നത് ഓരോ മേഖലയെ കൂടി പ്രതികരിക്കണം അല്ലേ? ആള് ബോഡി ബിൽഡറാണ്, കുറെ പേര് ആളെ ഫോളോ ചെയ്യുന്നുണ്ട്, അങ്ങേര് തന്നെ ചെയ്യുമ്പോ അല്ലെ അത് അങ്ങേർക്ക് തോന്നണം. അങ്ങേർക്ക് തോന്നുന്ന കാര്യമില്ലല്ലോ. അപ്പൊ ഞാനിത് ഒരു വട്ടം പറഞ്ഞു നെക്സ്റ്റ് ടൈം എന്നോട് അങ്ങേര് പറഞ്ഞു എടാ അതെന്റെ പേഴ്സണൽ കാര്യമാണ്, ഞാൻ വിട്ടു. പിന്നെ ഞാൻ ചോദിക്കാൻ പറ്റില്ല. ഗാങ്ങിസം ഞാൻ തന്നെ ഗ്യാങ് ഉണ്ടാക്കിയത് ഏറ്റവും കൂടുതൽ ഞാൻ തന്നെ ആയിരിക്കും. യെസ് ഡെഫിനറ്റ്ലി. ഗെയിമിലാണെങ്കിലും ഞാൻ ഗ്യാങ് ഉണ്ടാക്കിയിട്ടുണ്ട്. അകത്താണെങ്കിൽ പിന്നെ ഫ്രണ്ട് ഞാൻ അങ്ങനെ പലപ്പോഴും ഈ ടീമാണെന്നുണ്ടെങ്കിലും അല്ല ഈ ഗ്രൂപ്പിസം ഒക്കെ ശരിക്കും പൊളിക്കണം, ഇൻഡിവിജ്വലായിട്ട് നിൽക്കണം പറയണം, അല്ലെങ്കിൽ പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുള്ള ഒരാൾ തന്നെ ഗാങ്ങിസം തുടങ്ങി വെക്കുന്നതിൽ എവിടേക്കോ അതിനകത്ത് എല്ലാവർക്കും ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ബിഗ് ബോസിനകത്ത് ഞാൻ കണ്ടപ്പോൾ ഒരു 10-60 ദിവസം കഴിഞ്ഞിട്ട് ആരെയും വിശ്വാസമില്ല. ആർക്കും ആരോടൊരു ഒന്നുമില്ല ആർക്കും. ഞാൻ അങ്ങനെ സീസൺ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. ഒരു 75-80 ദിവസമായിട്ട് ആർക്കും ആരോടും ഒരു വിശ്വാസം ഇല്ലാത്തൊരു സാധനം ഞാൻ കണ്ടിട്ടില്ല. അവിടെയാണ് ഞാൻ എൻ്റെ ടീമിലുള്ളപ്പോൾ ഞാൻ എല്ലാവരോടും പറയല്, ഞാൻ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യും. ഇപ്പൊ അങ്ങനെ വിശ്വാസമുള്ള തമ്മിൽ ആരുമില്ല. പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്ന ഒരാൾ പുറത്തു പോകുമെന്ന് തോന്നുന്നുണ്ടോ ജാസ്മിൻ ഗബ്രിയുടെ കാര്യത്തിൽ? ജാസ്മിൻ ഗബ്രിന്റെ ഇക്വേഷൻ ക്ലാരിറ്റി ഇല്ല എന്നാണ് ഞാൻ ആദ്യം മുതലും പറഞ്ഞിരുന്നത്. ഈവൻ അവര് എനിക്ക് തോന്നുന്നു സൈക്കോളജി റൗണ്ടിൽ പോയ സമയത്തും അവരും പറഞ്ഞത് ആ ക്ലാരിറ്റി ഇല്ലായ്മയാണ് നിങ്ങളെ ക്ലാരിറ്റി എന്നാണ് പറഞ്ഞത്. ഒരു ക്ലാരിറ്റി ഇല്ലാത്തവർക്ക് പിന്നെ എന്ത് വിശ്വാസം എന്ത് സാധനം എന്നുള്ളത് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. അത് അവരെന്നെ വന്നിട്ട് പറയണം. അല്ലെങ്കിൽ ഗബ്രി പറയണമെങ്കിൽ ജാസ്മിൻ പറയണം. പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ഞാൻ അപ്പം പറഞ്ഞത് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നത് അതിലൊരു ക്ലാരിറ്റി ഇല്ല. അത് അവര് തരേണ്ടതാണ്. റോങ് പൊളിറ്റിക്സ് ആരുടെ ഭാഗത്തുനിന്നായിരുന്നു? റോങ് പൊളിറ്റിക്സ് എല്ലാവരും കളിച്ചിട്ടുണ്ട് ഓരോ സർട്ടൻ സ്റ്റേജിൽ. അത് ഗെയിമിന് വേണ്ടിയിട്ടുള്ള റോങ് പൊളിറ്റിക്സ് കളിച്ചിട്ടുണ്ട്, സർവൈവലിനുള്ള റോങ് പൊളിറ്റിക്സ് കളിച്ചിട്ടുണ്ട്. കൂടുതൽ കളിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിൻഡോ തന്നെ ആയിരിക്കും. എവിടേക്ക് ഇത് വ്യക്തിഹത്യയായിട്ട് മാറും തോന്നുന്നുണ്ടോ? ഇത്തരത്തിൽ ഉള്ള അവരുടേതായിട്ടുള്ള ചില നയങ്ങളും ചില രീതികളും ഗെയിം വിട്ട് അത് ആ സംസാരങ്ങളൊക്കെ വ്യക്തിഹത്യയായിട്ട് മാറുന്ന പോലെ തോന്നുന്നു. ഈ സംസാരിക്കുന്ന പുറത്ത് വരുമ്പോൾ ഇല്ല അല്ല, ഇത് ഡെഫിനറ്റ്ലി വ്യക്തിഹത്യകളെ പോലെ എടുക്കാൻ പറ്റും. അത് ജനങ്ങൾ എടുക്കുന്ന പോലെ. ഇപ്പോൾ ഒരാളെ കണ്ടിട്ട് ഇതെന്താ ഇവൻ ഇവിടെ പറഞ്ഞ അവിടെ പറഞ്ഞ എന്നുള്ള ചോദ്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വ്യക്തിഹത്യയായിട്ട് അവർക്ക് എടുക്കാം. അത് അവിടെ ഉള്ളിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അത് എടുക്കാറുണ്ട് കേട്ടോ. ചില കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, നീ എന്തിനാണോ അതിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞതെന്നൊക്കെ പലരും ചോദിച്ച് കേട്ടിട്ടുണ്ട്. ആ ടേംസിൽ എടുക്കുന്നവരെടുക്കും. പിന്നെ ഓരോരുത്തരെ കളി മനസ്സിലായി. ഇപ്പം ജിൻഡോന്റെ കളി മനസ്സിലായവർക്ക് ആർക്കും ജിൻഡോനോട് അങ്ങനെ ചോദിക്കാൻ തോന്നൂല. ഞാൻ അങ്ങനെ തുറന്ന് പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ കളിക്കും എന്നുള്ളത്. അപ്പോൾ പിന്നെ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നുള്ള. വന്നിട്ട് അച്ഛനെ കണ്ടില്ലേ? അച്ഛനെ കണ്ടില്ല, അച്ഛനെ ഫോണില്ല, അച്ഛൻ പുറത്തല്ലേ. എബ്രോഡാ, സൗദിയിലാ. സംസാരിച്ചു, വിളിച്ചു, എന്തായിരുന്നു ആദ്യത്തെ റെസ്പോൺസ്? ആദ്യത്തെ റെസ്പോൺസ് ഞാൻ ഇങ്ങനെ അച്ഛാന്ന് വിളിക്കുന്നത് ഭയങ്കര സന്തോഷമാണ് അങ്ങേർക്ക്. പിന്നെ അങ്ങേര് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേരെ സെൽഫി എടുക്കാൻ ആൾക്കാർ വരുന്നു, സ്ക്രീനിൽ വന്നു, ആ സ്ക്രീനിൽ നല്ല രീതിയിലേക്ക് മാസ് ഡയലോഗ് അടിച്ചു പോയി അല്ലേ. അങ്ങേര് ഞാൻ സെവൻസ് കളിക്കാൻ പോയതാന്ന് വിചാരിച്ചു പോകുന്നുണ്ട്.
മലപ്പുറത്തിന് കപ്പ് എടുത്തിട്ട് കൊണ്ടുവരുന്ന പറയാം എവിടേക്കോ നാടിന്റെ കൂടെ പ്രതീക്ഷയാണ് അല്ലെ, പ്രതീക്ഷ വാനോളം എന്നുള്ള രീതിയിലേക്കൊക്കെ പോലെ മലപ്പുറത്തിന് കപ്പ് എടുത്തിട്ട് വേണം വരാൻ എന്നുള്ള രീതിയിലേക്ക് ഭയങ്കര ഞാൻ ഫുട്ബോളിലല്ലോ. അതിന്റെ ഒപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛൻ അവിടെ ആയിട്ട് നരൊന്നും ഇല്ലാതെ ചുള്ളനായിട്ടിരിക്കുന്നു, മകൻ ഇവിടെ നരയൊക്കെ അടുപ്പിച്ചേച്ച് വന്നിരിക്കുന്നു എന്നുള്ള പരാമർശമൊക്കെ ഉണ്ടായിരുന്നു. കണ്ടിരുന്നു. എവിടേക്കോ നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോഴും ഈ അമ്മ മകൻ സ്നേഹം പറയും, എവിടെയോ മകൾ അമ്മ സ്നേഹം പറയാറുണ്ടായിരിക്കും അല്ലേ. നമ്മളിപ്പോൾ ചില പറയും മകൻ അമ്മയോടായിരിക്കും, മകൾക്ക് അച്ഛനോടെന്ന് പറയപ്പോഴും എവിടേക്കും ഈ അച്ഛന്മാരധികം മിണ്ടാറില്ല, സംസാരിക്കാറില്ല അല്ലേ. ഇതിനെ കുറിച്ചിട്ട് കുറേ ആൺമക്കൾക്ക് പറയാനുള്ള ഒരു കാര്യം കൂടെ ആയിരിക്കും. എന്താണ് ഇതിന്റെ വസ്തുത എന്ന് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്, സായിക്ക് തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കും? എവിടെയാണ് ഈ ഒരു ഡിസ്റ്റൻസ് വരണത്? ഒന്നും ഇല്ലെങ്കിലും ഒരു പ്രശ്നങ്ങളില്ലെങ്കിലും എവിടേക്കും ഈ അച്ഛൻ മകൻ അല്ലെങ്കിൽ അച്ഛൻ മക്കൾ എന്നുള്ള രീതിയിലേക്ക് ഈ ഒരു ഗ്യാപ്പ് വരുന്നത് എങ്ങനെയാണ്? വർക്ക് ലോഡാണ് ഒന്നാമത്. ഒരു കുടുംബം കൊണ്ടു നടക്കുക എന്നുള്ള ഒരു ലോഡ് ഭയങ്കര പ്രശ്നമുള്ള കാര്യം തന്നെ. അത്ര ഈസി ടാസ്ക് അല്ല. അത് ആണുങ്ങൾ ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യില്ല, പക്ഷെ ഭയങ്കര പാടുള്ള പരിപാടിയാണ്. അതിൽ ആയി കഴിയുമ്പോൾ നമുക്ക് ആ ഗ്യാപ്പൊക്കെ പോകും. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാനുള്ള യന്ത്രം മാത്രമായിട്ട് അച്ഛന്മാർ മാറുകയാണ്. അത് മക്കളെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ഒന്നില്ലെങ്കിൽ സൊസൈറ്റിയുടെ കടമയാണ്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കേസാണ്. പല വീടുകളിലും അച്ഛന്മാർ പൈസ ഉണ്ടാക്കുന്ന ഒരു യന്ത്രമായിട്ട് മാറി, എല്ലാവരും പറഞ്ഞു കൊടുക്കാതെ. ഇപ്പം എപ്പോഴും അമ്മയുടെ വാല്യൂസ് എല്ലാവരും പറഞ്ഞു കൊടുക്കും. അമ്മയുടെ വാല്യൂ നമുക്ക് അറിയാം. ഒരു അച്ഛൻ്റെ വാല്യൂ എത്ര പേര് പറഞ്ഞു കൊടുക്കും? അച്ഛൻ്റെ വാല്യൂ പറഞ്ഞു കൊടുത്ത് ഞാൻ ഇപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുണ്ട് ഒരു അച്ഛൻ്റെ വാല്യൂ ഇല്ല. അമ്മയുടെ വാല്യൂസ് പഠിക്കാനുണ്ട്, അമ്മമാരെ കുറിച്ച് പഠിക്കാനുണ്ട്. അച്ഛനെ കുറിച്ച് പഠിക്കാൻ ഞാനൊരു ബുക്കും എവിടെയും ഞാൻ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൊന്നും കണ്ടിട്ടില്ല. അച്ഛന്മാരും മദേഴ്സ് ഡേ പലപ്പോഴും ആഘോഷിക്കപ്പെടുമ്പോഴും ഫാദേഴ്സ് ഡേ എവിടേക്കോ ഡേറ്റ് അറിയാതെ തോന്നുന്നുണ്ടോ? ഫാദേഴ്സ് എന്നല്ല ഞാൻ പറയട്ടെ, ഹസ്ബൻഡ് ആയാലും ഏട്ടനായാലും അനിയനായാലും ആൺകുട്ടികൾ ഫേസ് ചെയ്യുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഗണിക്കപ്പെടുന്നില്ലേ? പരിഗണനയല്ല വേണ്ടത്, അഡ്രസ്സ് ചെയ്യണം. നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ഇപ്പം ഞാൻ പോയി അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, വളരെ സില്ലി മാറ്റർ ആണെങ്കിൽ പോലും. അമ്മ സ്നേഹ, രണ്ടുപേരുടെ ഇടയിൽ ഒരു ഷട്ടിൽ ഞാൻ ആയിപ്പോയി. കാരണം എനിക്ക് രണ്ടുപേരുടെ അടുത്തും ഒരുമാതിരി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഞാൻ ശരിക്കും അഡ്രസ്സ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം ഇതിൻ്റെ അവസ്ഥയിൽ കൂടി പോകുന്ന ഒരുപാട് പേരുണ്ടാവും. ഇതൊരു ഭയങ്കര ഭീകര ഫാമിലി ഇഷ്യൂ എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് രണ്ട് ഭാഗത്തും കണക്ട് ചെയ്ത് നിൽക്കേണ്ട ഒരു സംഗതി ഉണ്ട്, ഒരു ബാലൻസ് ചെയ്യേണ്ടത് അല്ലെ. ഒരു മകനാവുമ്പോഴും അതിനൊപ്പം തന്നെ ഭർത്താവുമ്പോഴും ഈ സംഗതി പല വീടുകളിലും പലപ്പോഴും എന്താ പറയുക ഭയങ്കര സഫറിങ് ആണ്. ഭയങ്കര ഹസ്ബൻഡ്സിനും അതറിയാം, ഭയങ്കര സഫറിങ് ആണ് നമുക്കത്. അത് അവരും കൂടി ഒരു പരിധി വരെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബെറ്ററാണ് നമുക്ക്. പല ആളുകളും ഇതൊന്നും മനസ്സിൽ വെച്ച് പൊട്ടിത്തെറിച്ച് പോകുന്ന ആളുകളുണ്ട്. ഏതെങ്കിലും ഒരു റിലേഷൻ കട്ടായി പോകും, ചിലപ്പോൾ ഇപ്പുറത്തെ സൈഡ് പോകും അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡ് പോകും. സ്നേഹ പൊട്ടിത്തെറിച്ചിട്ടുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. അത് ഇപ്പം ഞാൻ പറയട്ടെ, നമുക്ക് ഉള്ളിൻ്റെ ഉള്ളൊരു പേടിയാണ്. വൈഫ് പോവോ, അമ്മ പോവോ, ഞാൻ ഇനി ചൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമോ, അങ്ങനെയൊക്കെ തോന്നാം. അങ്ങനെ തോന്നുന്നവർ ഇഷ്ടം പലപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ. ഈ എക്സ്പീരിയൻസ് ഉണ്ട്. ഈ ചുറ്റുപാടിൽ നിന്നിട്ട് സായി എന്നുള്ള ഒരു അച്ഛനാവുമ്പോൾ ഉള്ളൊരു ചേഞ്ച് എന്തായിരിക്കും ശരിക്കും? ഞാൻ ആ ചേഞ്ച് ആലോചിച്ചിട്ടായിരുന്നു കുറേ കാലമായിട്ട് കുട്ടി എന്നുള്ളൊരു കാര്യം ആലോചിക്കാതിരുന്നത്. പക്ഷെ ഇനി ഞാൻ ഡെഫിനറ്റ്ലി ചിന്തിക്കും. കുറേ കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്നത് ശരിക്കും സായിക്കാവില്ല ശരിക്കും ആ രീതിയിലേക്ക്. എന്താ പറയുക, ഞാൻ എൻ്റെ അച്ഛനൊരിക്കലും ഞാൻ കുറ്റം പറയില്ല, ഞാൻ എന്നെ തന്നെ പറയും. കാരണം ഞാനാണ് ഇനീഷ്യേറ്റ് ചെയ്ത് പറയാതിരുന്നത്. ചെറുപ്പം മുതലുള്ള ഓരോ കാര്യങ്ങളും മനസ്സിനകത്ത് കൂട്ടി വെച്ച് ഞാനാ കൊണ്ടുവന്നത്. അപ്പോൾ ഒരു ഐസ് ബ്രേക്ക് ചെയ്യേണ്ട ഒരു സമയം ഇപ്പം എനിക്ക് 32 വയസ്സായി. അത് ഐസ് ബ്രേക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയപ്പോഴാണ് എനിക്ക് വന്നത്. ഇത് കിട്ടാത്ത ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും, ഈ ഐസ് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, നിങ്ങൾ സ്വയം എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. ഇല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റേജിൽ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഈ പാരൻസോ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഈ അച്ഛൻ മകൻ റിലേഷൻഷിപ്പിൽ എപ്പോഴും സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയും അച്ഛന്മാരായിരിക്കാൻ സീൻ. അച്ഛന്മാരല്ല, ആമക്കളായിരിക്കും സീൻ. നമുക്ക് ഉള്ളിലുള്ള ഒരു പേടി കൂടെ ആവില്ലേ ഇത്? നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ തിരിച്ചെങ്ങനെ വരുമോ? അച്ഛൻ എപ്പോഴെങ്കിലും കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ, ഹഗ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അടുത്ത കാലത്തൊന്നും ഇല്ല. എൻ്റെ അച്ഛൻ ഓപ്പറേഷൻ കഴിഞ്ഞ് മേജർ സർജറി 7 ബ്ലോക്കറ്റ് ഉണ്ടായിരുന്നു. ഞാൻ തിരിഞ്ഞു പോലും ഹോസ്പിറ്റലിൽ നോക്കിയിട്ടില്ല. ഞാൻ വഴിക്ക് പോയിട്ടില്ല. ഞാൻ പൈസ വേണമെന്ന് ചോദിക്കും, ഫോൺ വയ്ക്കും, പൈസ അയച്ചു കൊടുക്കുന്നതല്ല, ഞാൻ വഴിക്ക് പോയിട്ടില്ല. റീസെൻ്റ്ലി ബിഗ് ബോസിന് മുമ്പ് അച്ഛൻ ഭയങ്കര സിറ്റുവേഷൻ, ചോരയൊക്കെ വന്ന് കണ്ണൊക്കെ കാഴ്ച പോയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ എന്നിട്ടും ബാംഗ്ലൂർ പോയില്ല. ഞാൻ പോയതെന്ന് പറഞ്ഞാൽ അവർ വഴിപാട് കഴിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് പോയി പോകുന്നതല്ലാതെ
ഇപ്പോൾ ഈ ഫാമിലി വന്നതിൽ ഏറ്റവും കൂടുതൽ ആഘോഷ പ്രൊമോയും വീഡിയോ ആയിരുന്നു നിങ്ങളുടെ. സ്നേഹം വന്നപ്പോൾ ഹഗ് ചെയ്താണെങ്കിലും ഇപ്പോൾ ഈവൻ കിസ് ചെയ്താണെങ്കിൽ പോലും ഒക്കെ ആ വരവ് അച്ഛൻ്റേതായിരുന്നെങ്കിൽ എന്തായിരുന്നു സീൻ? അച്ഛൻ്റെ ആണെന്ന് ഇപ്പൊ പറയുമ്പോൾ ഞാൻ അതിനോട് ഓൾറെഡി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ നെഞ്ച് കിടന്ന് അടിക്കുക. ഞാൻ പോയിരുന്നിട്ട് മറ്റേ ഞാൻ അങ്ങനെ എണ്ണയായിരുന്നു. അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഇത് പറയും എനിക്ക് ആകെ ഒരു പ്രതീക്ഷ എവിടെ ഉണ്ട് അച്ഛനാവും വരിക എന്നുള്ളത് തോന്നലുണ്ട്. കാരണം എനിക്ക് ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമുക്ക് അറിയാലോ, ഇവർ ഏത് എക്സ്ട്രീമിലും പോകും. അവരുടെ കണ്ടന്റ് അവരങ്ങനെയാണ്, അവർ ഏത് എക്സ്ട്രീമിലും കൊണ്ടുപോകും. അവർ കപ്പാസിറ്റി ഉണ്ട് അവർക്ക് ഒരാളെ കൊണ്ടുവരാണ്. എങ്ങാനും ഇനി ഇവര് കൊണ്ടുവന്നാളെ ഞാൻ നോക്കുമ്പോ കുറെ ആൾക്കാർ അച്ഛന്മാരാ വരുന്നേ. ഇങ്ങനെ എങ്ങാനും നേരിട്ട് കയറി വന്ന ഞാനൊരു പക്ഷെ അങ്ങനെ അച്ഛനായിട്ടുള്ള ആണെങ്കിൽ വീട്ടുകാരായിട്ടുള്ള ഒരു പറഞ്ഞു തീർത്ത് എല്ലാം തിരിച്ച് കുടുംബം വീണ്ടെടുക്കണമെന്ന് ചിന്തയുള്ള ഒരാൾക്ക് അച്ഛൻ വരുന്നതിനേക്കാൾ വലിയ ഓപ്പർച്യൂണിറ്റി വേറെ ഇല്ലല്ലോ. അച്ഛനല്ലേ വരണ്ടേ? എക്സൈറ്റ്മെന്റും പേടിയും ഒക്കെ ഉണ്ടാവും നമുക്ക് എന്ത് പറയണം, എങ്ങനെ ഡെലിവർ ചെയ്യണം എന്നുള്ളൊരു ഇപ്പൊ അച്ഛൻ എന്നോട് വീഡിയോ കോളിൽ സംസാരിക്കുമ്പോഴും ഞാൻ എക്സൈറ്റ്മെന്റിനേക്കാൾ കൂടുതൽ അച്ഛനോട് കാര്യങ്ങൾ പറയായിരുന്നു. അച്ഛൻ അത് അങ്ങനെയല്ല, ഞാൻ കാര്യങ്ങൾ എനിക്കൊരു 2 മിനിറ്റാണ് എനിക്കിങ്ങനെ ആ റിയാലിറ്റിയിലേക്ക് വരാൻ സമയമെടുത്തത്. അതിനുശേഷം ഞാൻ പടിപടിയായിട്ട് അച്ഛനോട് കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. അപ്പം എനിക്ക് ആ സംസാരിക്കണം എന്നുള്ളൊരു സാധനം എൻ്റെ മൈൻഡിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇത് എങ്ങനെ എവിടെ വെച്ച് ഡെലിവർ ചെയ്യും, എങ്ങനെ ചെയ്യും എന്നുള്ളൊരു സംഗതി ഡെഫിനറ്റ്ലി എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. സീക്രട്ട് ഏജന്റ് ഒരു പക്ഷേ ഫോളോവേഴ്സ് കുറേ അധികം ഫോളോവേഴ്സ് ഉണ്ട്, കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കേരളം മലയാളക്കാരെ ചർച്ച ചെയ്ത് തുടങ്ങിയത് ഉണ്ണിമുന്തൻ വിഷയത്തിലായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. അത്തരത്തിൽ സായി അകത്തുണ്ടായിരുന്നപ്പോൾ ഉണ്ണിമുന്തൻ്റെ ഒരു പരാമർശം കണ്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. അയാളിട്ടാ അതെന്നോട് പറയാ മറന്നുപോയാ? ആരും അയാളെ പരിഗണിച്ചില്ല കേട്ടോ. എന്താട്ടത് ബാക്കി എല്ലാം പറഞ്ഞല്ലോ എല്ലാരും. ഇത് പറഞ്ഞില്ലല്ലോ. ഇട്ടുപോയതാ കുറെ ഇട്ടുണ്ടോ? മൈൽ സ്റ്റോൺ തന്നെ ഇന്റർവ്യൂവിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു ട്രാക്ഷൻ വേണം. ട്രാക്ഷൻ വരുമ്പോൾ അതിന് മോണിറ്റൈസേഷൻ ഉണ്ടെങ്കിൽ അത് റവന്യൂയായി മാറും. റവന്യൂ എന്ന് വെച്ചാൽ അയാൾ പറയുന്നത് അയാൾ ശരിയാണത് അങ്ങനെ ചെയ്യുവാണെങ്കിൽ അരി മേടിക്കാനാണെന്നാണ് പറഞ്ഞത്. കൃത്യമായിട്ട് പറഞ്ഞാൽ അരി മേടിക്കാനാണെന്ന് പറയാം. ജനകീയമായിട്ട് ചില ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ഉണ്ണീനെ കേരളത്തിലെ സമൂഹം ഒരു ഇഷ്ടപ്പെടാതെ പോവുക, ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക, അവസാനം സിനിമയിൽ നിന്ന് ഔട്ടാവും, ഒരു BJP അനുഭാവിയായിട്ട് കാണുന്നു. എൻ്റെ പൊളിറ്റിക്കൽ സ്പേസ് എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞ ആളാണ്. എനിക്ക് ഒരു നാഷണലിസ്റ്റ് സ്പേസിൽ നിൽക്കുന്ന ആളാണ്. എനിക്ക് രാജ്യത്തിനെതിരെ വരുന്ന സംഭവങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി അത് ഓക്കെ അല്ല. ഞാൻ ഐ എം വെരി ക്ലിയർ അബൌട്ട് ഇറ്റ്. ഇത് കുറെ വട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞാനൊരു കേസ് പറയാം. ഉണ്ണിമുന്തൻ എന്ന് പറഞ്ഞ വ്യക്തി ആ ഒരു ടോപ്പിക്കിൽ ഞങ്ങളെ പ്രശ്നം കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അറിയാം, ക്ലിയർ ആയിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഈ പറയുന്നത് എന്തുകൊണ്ട് ഇപ്പൊ ഉണ്ണിമുന്തൻ്റെ ഒരു പൊളിറ്റിക്സിനെ കുറിച്ച് എല്ലാവരും പറയുമ്പോൾ ഞാൻ കൃത്യമായിട്ട് അവിടെ എൻ്റെ വീഡിയോസിൽ പറയാറുണ്ട്, ഇയാളെ പൊളിറ്റിക്സിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഈ വ്യക്തി എനിക്ക് തോന്നിയിട്ടുള്ള എപ്പോഴും രാജ്യത്തിൻ്റെ മുകളിൽ പ്രൗഡായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ്. അത് എൻ്റെ രാജ്യസ്നേഹം കൂടുതലുള്ളൊരു ആ രീതിയിലാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. അല്ലാതെ ഇയാൾ മറ്റേ BJP സംഘപരിവാർ ആ രീതിയിലൊന്നും ഞാൻ ഇങ്ങനെ ഇക്വേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും സംസാരിക്കുമ്പോൾ ഞാനത് പറഞ്ഞാണ് സംസാരിക്കാറ്. പിന്നെ ഇങ്ങനെ ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ, ഒരു ട്രാക്ഷൻ്റെ കാര്യവും അല്ലെങ്കിൽ ഈ പറഞ്ഞ അങ്ങേരെ പറയുമ്പോൾ അരി മേടിക്കുന്ന കാര്യവും, എൻ്റെ കണ്ടന്റുകൾ എനിക്ക് അരി മേടിക്കാനാന്നുള്ളത് ഞാൻ തുറന്നു പറഞ്ഞൊരു വ്യക്തിയാണ്. ഇനി ഞാൻ പറഞ്ഞതിന്റെ പേരിൽ അരിയണ എന്നുള്ള പേരും കേൾക്കേണ്ടി വന്നു. ഈ എവിടേക്ക് ഈ തുറന്നു പറച്ചില്ലേ അന്ന് തുറന്നു പറയുമ്പോൾ എവിടേക്കോ ഇത് ഓപ്പണായി പറയുമ്പോഴും സായുടെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ബിഗ് ബോസിൽ വരും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വരുന്നു. ഈ പറഞ്ഞ വ്യക്തികളൊക്കെ പിന്നീട് സായി അതിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട് കാത്തിരുന്നവരായിരുന്നു. അവർ മണ്ടന്മാരല്ലേ? ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ശരിക്കും അവരല്ലേ മണ്ടന്മാരായേ? അതായത് ഇവർ ഈ പറഞ്ഞ് എന്നോട് പ്രശ്നങ്ങൾ തീർത്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഒരാളെ കുറിച്ച് വീഡിയോ ഇട്ടിട്ട് ആ വ്യക്തി എന്നോട് സംസാരിക്കാൻ വന്നിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഫ്രണ്ട്സായി നിന്നിട്ടേ ഉള്ളൂ. പിന്നെ ആ ബോണ്ട് വിട്ടുപോയിട്ടില്ല ആരും. അങ്ങനെ ഒരു ബോണ്ട് റോബിനായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഇന്നലെ വിളിച്ചില്ലേ, എന്ത് പറഞ്ഞു? ാണ് ഞാൻ എൻ്റെ പേഴ്സണൽ സ്പേസിൽ ആരോടാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഇപ്പം മല്ലു ട്രാവലർ, ഞാൻ മല്ലു ട്രാവലറിനെ ഒരുപാട് വലിച്ചു കയറിയ ഒരാളാണ്. പക്ഷെ ഞാനും മല്ലും തമ്മിൽ ഭയങ്കര ഹെൽത്തി റിലേഷനാണ്. ഇനി എന്തെങ്കിലും കണ്ടന്റ് വന്നാൽ ചെയ്യും. സഞ്ജുടക്കി ഞാൻ ഉള്ളിലുള്ള സമയത്ത് വീഡിയോ ഇട്ട ഒരാളാണ്. ഞാൻ ഇന്നലെ സഞ്ജുവിൻ്റെ വീഡിയോ ഇട്ടു. ഞാൻ പറഞ്ഞു ചെയ്തത് തെറ്റാണ്, എനിക്കറിയാം, കൃത്യമായിട്ട് അറിയാം. പക്ഷെ സഞ്ജു ഇങ്ങനെയാണ്. നമുക്ക് അറിയുന്ന എന്നെ പേഴ്സണലി എന്നെ വിളിച്ച് അല്ലെങ്കിൽ ഞാൻ ഒരാളെ വിളിച്ച് സംസാരിക്കുമ്പോഴാണ് നമ്മളെ പേഴ്സൺ ആസ് എ പേഴ്സൺ നമുക്ക് മനസ്സിലാവും. സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ ഫേസിലെ വീഡിയോ കണ്ടിട്ട് വൈ ദിസ്, എന്തുകൊണ്ട് ഇങ്ങനെ എന്നൊരു ചോദിച്ച ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് കൃത്യമായ ഉത്തരം കൊടുക്കും.
ശരിക്കും ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാവുന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ പറയുന്നത് തിരിച്ചുള്ള മറുപടിയാണ്, അതിനപ്പുറത്തേക്ക് പേഴ്സണൽ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഇഷ്യൂസുകളൊക്കെ ഉണ്ടാവുന്നു, ഇത് റിയാലിറ്റി ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എവിടേക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ എവിടേക്കും മണ്ടന്മാരാവുന്നുണ്ടോ? കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ഇത് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ഇപ്പോൾ ഉണ്ണിമുന്തൻ ഇഷ്യൂല് ഞാൻ ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല എവിടെയും ഇത് സോർട്ടായി സെറ്റിലായി എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് അങ്ങനെ ഒരു എനിക്ക് അത് സോൾവ് ചെയ്യാൻ താല്പര്യമില്ല. കാരണം ആ വ്യക്തി അന്ന് തിരിച്ചൊരു റിപ്ലൈ അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനം കൊടുത്ത സമയത്ത് എൻ്റയർ കാര്യം വളച്ചൊടിച്ചാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ചെയ്യാത്തൊരു കാര്യത്തിനും പറയാത്തൊരു കാര്യത്തിനുമാണ് കയറിയിട്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും വിളിച്ചത്. സോ അത് സെറ്റിൽ ഡൗൺ ചെയ്യാൻ എനിക്ക് ഒരു താല്പര്യമില്ല. അതെങ്ങനെയാ പോണ വഴിക്ക് പോട്ടെ, പക്ഷെ അതിന്റെ മുകളിലല്ല ഞാൻ ബാക്കി ഉണ്ണിമുന്തൻ ചെയ്തിട്ടുള്ളത്. കുറെ അധികം മെസ്സേജ് ബിഗ് ബോസ് ഹൗസിൽ കൊടുത്ത ഒരാൾക്ക് ചില തെറ്റുകൾ അല്ലെങ്കിൽ ചില പിണക്കങ്ങൾ അത് പറഞ്ഞു തീർക്കാനും കൂടിയാണ്. എന്ത് പ്രോബ്ലത്തിനും സൊല്യൂഷൻ ഉണ്ടെന്ന് പറയും പോലെ അത് സോൾവ് ചെയ്യണമെന്ന് കൂടി ചിന്തിക്കാൻ പറ്റില്ല. ഈ സാധനം സോൾവ് ചെയ്യേണ്ടത്, ഇത് ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത് ആ വ്യക്തി. ഞാൻ അങ്ങോട്ട് കയറി വിളിച്ചതല്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇപ്പം അയാളൊരു സിനിമാ നടനാണ്, അപ്പം അങ്ങേരെ കുറിച്ച് എല്ലാവരും വീഡിയോസ് ഇടും. ഇട്ട വീഡിയോൻ്റെ ഒരു അറ്റവും മൂല്യം മാത്രം കണ്ടിട്ടാണ് വിളിച്ചിട്ട് ഇന്നെ ലെഫ്റ്റ് റൈറ്റ് പല ലാംഗ്വേജിലും ഇട്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ചെയ്ത് അതും ചുമ്മാതെറിയല്ല പറഞ്ഞേ, അച്ഛനും അമ്മയ്ക്കേ വിളിച്ചേ. നെക്സ്റ്റ് ഡേ പറയുന്നു ആ വ്യക്തിയോട് ഞാൻ ഒരിക്കലും മാപ്പ് ചോദിക്കില്ല, അച്ഛനും അമ്മയും ഞാൻ വിളിച്ചത് കേട്ട നിങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കുന്നത്. അപ്പോഴും എൻ്റെ അച്ഛനും അമ്മേനെ വിളിച്ചതിനും എന്തില്ല, അങ്ങനെ റിഗ്രറ്റ് ഇല്ല. അപ്പം അങ്ങനെയുള്ള ഒരാളെ ഒരു സംഗതി എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് തീർക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അത് മനസ്സിൽ വെച്ചിട്ട് ഞാൻ പിന്നെ ഉണ്ണിമുന്തൻ്റെ ഒരു സിനിമ എടുത്തിട്ട് വലിച്ചു കയറിയിട്ടില്ല. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവും, ഈ പറഞ്ഞ പോലെ സംഘപരിവാറാണ് BJP എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ വലിച്ചു കയറുമ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് കൃത്യം. ഇപ്പോൾ അയോധ്യ ഇഷ്യൂലൊക്കെ ഭയങ്കരമായിട്ട് മിസ്ലീഡ് ചെയ്തു പോയി ഉണ്ണിമുന്തൻ്റെ പോസ്റ്റ്. പക്ഷെ ഞാനതല്ല, ഇത് ഇങ്ങനെയാണ്, അയാൾ അതല്ല പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് ഫാക്ട് ചെക്ക് നടത്തിയ ആളാണ് ഞാൻ. എനിക്ക് അങ്ങനെയാണെങ്കിൽ കൃത്യമായി നോക്കിയിരുന്നു. ചെയ്ത കാര്യങ്ങളിൽ ഏറ്റവും റിഗ്രറ്റ് ചെയ്ത് തോന്നിയുള്ള കാര്യം എന്താ? ശരിക്കും ഈ റിവ്യൂ ആണെങ്കിലും തുറന്നു പറച്ചിലാണെങ്കിലും തിരുത്തേണ്ടിയിരുന്നു അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു തോന്നിയത് ഏത് സ്റ്റേറ്റ്മെന്റിലായിരുന്നു? സ്റ്റേറ്റ്മെന്റുകളായിട്ടൊന്നുമില്ല. ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഒരു കോണ്ടന്റ് കിട്ടി, ഒരു വ്യക്തിയോ ഒരു സിറ്റുവേഷനോ ആവാം, ഒരു കോണ്ടന്റ് കിട്ടി, ഒരു ടൈം ഫ്രെയിമിനകത്ത് നമ്മൾ ആ കോണ്ടന്റ് അപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചോളൂ. അതിനിപ്പോൾ ഒരു 9 മിനിറ്റ് 13 മിനിറ്റ്. ചില കാര്യങ്ങൾ നമുക്ക് 13 മിനിറ്റിൽ തീരില്ല, നമുക്ക് കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്ത് പറയാനുണ്ടാവും. പക്ഷെ ആ സാധനങ്ങൾ നമ്മൾ 13 മിനിറ്റിൽ എന്ത് ചെയ്യും, വെച്ചിട്ട് വിടും. ഈ സംഗതി ഞാൻ പിന്നെ പോകെ കാണുമ്പോൾ അതാണ് എൻ്റെ വീഡിയോസിന് ലെങ്ത്ത് കൂടാൻ തുടങ്ങി. കാരണം ഈ സംഗതി ഫുള്ളല്ല, ഇതല്ലാതെ ക്രൗഡിൻ്റെ ഇടയിൽ പോകും തോറും കാണുന്ന ആളുകളിലേക്ക് ഞാൻ പിന്നെയും കൊടുക്കുന്നത് എന്താ, വേറൊരു സംഗതി ഓപ്പൺ ആക്കി കൊടുക്കും, വേറൊരു പെർസ്പെക്റ്റീവ് ഓപ്പൺ ആക്കി കൊടുക്കുന്നു. അപ്പം അതിലും നല്ല എന്താ എനിക്ക് പറയാനുള്ളത്, കാണാതിരിക്കുക ആൾക്കാരുടെ ഇഷ്ടം. 40-30 മിനിറ്റ് ഞാൻ ഇടാം, പക്ഷെ പറയാനുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് പറയാം. ഈ ഒരു പാറ്റേൺ ഇതിൻ്റെ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് എന്നോട് എല്ലാവരും ചോദിച്ചാൽ എന്തോന്നൊരു 30 മിനിറ്റ് പോഡ്കാസ്റ്റ് മാതിരി കേട്ട് പോകല്ല, അല്ലാതെ ഇത് വേറെ വഴിയില്ലല്ലോ എന്നുള്ളത്. പക്ഷെ അങ്ങനെ ചെയ്താലേ അത് കറക്റ്റ് ആവുള്ളൂ. അവിടെ നമ്മൾ വ്യൂവർഷിപ്പ് നോക്കിയിട്ട് കാര്യമില്ല. കാരണം അത് എക്സാക്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ അത് പറയണം, ഉദ്ദേശിച്ച കാര്യത്തിലെത്തണ്ടേ. അല്ലാതെ ആ ഒരു കണ്ടന്റിൻ്റെ ഒരു ഇതും അതിൽ നിന്ന് വരുന്ന ഒരു വ്യൂവും റവന്യൂ നോക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ 8 ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് 8 മിനിറ്റിൽ കറക്റ്റ് നിർത്തും, പാലും ഇല്ല തുമ്പും ഇല്ല പറയാനുള്ളത് എത്തൂല്ല. അത് ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു, നോട്ട് എനിമോർ എന്നുള്ളൊരു രീതിക്ക്. ആൻഡ് ഫൈനലി ഫിനാലിൽ എത്തുകയാണ്. ടോപ്പ് 3 ആരായിരിക്കും? അർജുൻ, അഭിഷേക്, ജാസ്മിൻ. ഓക്കെ. ആൻഡ് എന്തായാലും നമ്മൾ പലപ്പോഴും സക്സസ്ഫുൾ ആയിട്ടൊരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയുന്നൊരു കാര്യമുണ്ട്, ഇതിലെ ഹാപ്പിനെസ് ഉണ്ട് പക്ഷെ നമുക്ക് മാറിക്കാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ സായിയുടെ കാര്യത്തിൽ മാറിന്നാലും ഇത് ഭയങ്കര അടിപൊളിയായിട്ട് കൊണ്ടുപോകും എന്നുള്ളത് രണ്ടുപേരും അവിടെ തെളിയിച്ചു അല്ലേ? ഞാൻ ഇത്തരത്തിൽ ഇനി തുടരുമോ? ഡെയിലി ഉള്ള സംഗതിയാ അത് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ കണ്ടതേ ഉള്ളൂ. വീട്ടിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഓഡിറ്റ് ചെയ്യുന്ന ആൾക്കാർ അവർ തന്നെയാണ്. സ്നേഹം ചിത്തുപോയ ഞങ്ങളെ വണ്ടിയുടെ പേരിന്റെ ഇറച്ചിക്കട തമ്മിൽ തിന്നുകൊണ്ടിരിക്കും. നാട്ടുകാരെ മാത്രമല്ല നിങ്ങൾ തമ്മിൽ തിന്നും അല്ലേ? ഞങ്ങള് തമ്മിൽ തിന്നാൻ ഇനിയില്ല. ഞങ്ങളെ വണ്ടിയിൽ പുതിയ ഒരാളായിട്ട് കയറുമ്പോൾ ഞങ്ങൾ അവരോട് ആദ്യമേ പറയും, ഇതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ വേറെ ഒന്നും ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സോ വേറെ സാധനങ്ങളോ ഒന്നും നിങ്ങൾ മൈൻഡ് വെക്കരുത്. ഇതിനകത്ത് ലെഫ്റ്റ് റൈറ്റ് അടിയായിരിക്കും, ടപ്പേന്ന് പറഞ്ഞ് കിട്ടും. കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുന്നിട്ട് എന്ത് പറയരുത്, അയ്യോ പറഞ്ഞ പോലെ ഫൺ രീതിയിൽ റോസ്റ്റിംഗ് സാധനമാണ് ഞങ്ങളെ കാരണത്ത് നടക്കാറ്. അത് വീഡിയോ വെച്ച് വിട്ടാൽ തന്നെ വൈറലാവും. ഇത് യൂസ്ഡ് ആണ്, ഞാൻ അതിനോട് യൂസ്ഡ്. അവരിട്ട വീഡിയോസ് കാണേണ്ട പോലും ആവശ്യമില്ല, അവരെന്താ പറയണ്ടാവും എനിക്ക് കൃത്യമായിട്ട് അറിയാം. ആൻഡ് ഫൈനലി നമ്മളത് തീരുന്നതിന് മുമ്പായിട്ട് സായി തന്നെ പറഞ്ഞു എങ്ങനെയൊക്കെ ഞാൻ ഉണ്ടായിരുന്ന സിറ്റുവേഷനിൽ ഞാൻ തിരിച്ചറിയുന്നത് കുറേ കഴിഞ്ഞിട്ടാണ് അല്ലേ, പല സാഹചര്യങ്ങളോട് പോയിട്ടുണ്ട്, കൊടുക്കേണ്ട സ്പേസ് ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ സിറ്റുവേഷനിലും കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന സ്നേഹം പോലെ പ്രതികരിച്ച് നിൽക്കുന്ന ഭാര്യമാരോട് കൊടുക്കുന്ന ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു മറുപടിയോ എന്താണ്? അയ്യോ, അവരോട് റെസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ, അല്ലാതെ അവർക്ക് മറുപടിയോ ഇതൊന്നും ഇല്ല. അങ്ങനെയുള്ള ഒരാളെ കിട്ടിയത് ഞാൻ ഭാഗ്യവാൻ എന്ന് എനിക്ക് പറയാനുള്ളൂ. എനിക്ക് അതിലും കൂടുതലില്ല.
ഞാൻ വേറെ ഒന്നുമല്ല. ഈ പറഞ്ഞ രീതിയിൽ എന്നെ സഹിച്ച സ്നേഹ എന്ന് പറയുന്നത് ഓസ്കാർ അവാർഡ് നേടിയ മറ്റേ ഏതോ വലിയ ആക്ട്രസിനെ പോലെയാണ്. സമാധാനത്തിന് നൊബേൽ പ്രൈസ് ആണോ? എന്തും കൊടുക്കാൻ സ്നേഹിക്ക്, കാരണം അത്രയും സീനായിരുന്നു. സീരിയസ് ആയിട്ട് എല്ലാവർക്കും ഉണ്ടാവും സ്നേഹ, ജിത്തുഭായി, എല്ലാവരും എൻ്റെ കൂടെ നിന്ന് എല്ലാവരും. ഇപ്പൊ അനിരുദ്ധ് ഉണ്ട്, അഭിലാഷ്, കുറേ പേരുണ്ട്. എല്ലാവരും അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ലിറ്ററലി വണ്ടറാണ്. കാരണം ഇത് എന്തോന്നാണ് ഇയാൾ കാണിക്കുന്നുള്ള മൈൻഡ് സെറ്റ് അവർക്ക് അടിച്ചിട്ടുണ്ടാവും. കാരണം ഞാൻ ആരോടും ഇത് പറഞ്ഞിട്ടില്ല. എനിക്ക് ഇനി പറയാനാണെന്നൊരു ധൈര്യമായിട്ട് ഞാൻ അവരോട് കാണിച്ചു കൊടുക്കുന്നത്. ആ നോക്ക്, ജനുവരി ഫെബ്രുവരി അയച്ച വോയിസ് നോക്ക്, ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നോക്ക്. അപ്പൊ അപ്പോഴാണ് അവർ മനസ്സിലാക്കണേ. ഇപ്പൊ ഒന്നും വേണ്ട. ഇവിടെ ഇന്ന് രാവിലെ വരാൻ നേരത്തെ ഒരു പയ്യൻ അയച്ചു. ഞാനൊരു പയ്യൻ ഇങ്ങനെ ഒരു വീഡിയോനകത്ത് ഞാൻ അച്ഛൻ്റെ കേസ് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് റിവീൽ ചെയ്യേണ്ട ഒരു സമയമുണ്ട്. ഇത് ഞാൻ ഫെബ്രുവരിയിൽ അയച്ച മെസ്സേജാണ്. റിവീൽ ചെയ്യേണ്ട സമയമുണ്ട്, ആ ടൈമിൽ ഞാൻ റിവീൽ ചെയ്യുള്ളൂ, അപ്പോഴേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു സമാധാനം കിട്ടൂല, ഞാൻ എനിക്ക് പറയാൻ വയ്യ. ഇവ ഇന്ന് വന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്, ചേട്ടാ ഇത് റിവീൽ ചെയ്തു, ഞാൻ കേട്ടു ചേട്ടൻ, അപ്പം ഇതൊക്കെ ആയിരുന്നു പറയാനുണ്ടായിരുന്നു. ഞാൻ എവിടേക്കോ ഞാൻ തന്നെ അറിയാതെ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ആള് വിട്ടെങ്കിലും കേട്ട ആളത് വിട്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. യെസ്, അങ്ങനെ. അപ്പം എന്തായാലും ഐ ആം ബാക്ക് എന്നുള്ള വീഡിയോയോട് കൂടി തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി സീക്രട്ട് ഏജന്റ് ആവോ സായി കൃഷ്ണ ആവോ എന്നുള്ളത് കണ്ടറിയാം. കണ്ടറിയാനില്ല. റീൽ സ്പേസിൽ ദാറ്റ് ഈസ് സീക്രട്ട് ഏജന്റ്, കംപ്ലീറ്റ്ലി സീക്രട്ട് ഏജന്റ്. അതിൽ കുറച്ച് ഈ പറഞ്ഞ മാതിരി കുറച്ചൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടാവും, വേറൊരു ലൈൻ ഓഫ് സാധനമായിരിക്കും. അല്ലാത്ത സമയത്ത് ഞാൻ സായി കൃഷ്ണൻ തന്നെയാണ്. അപ്പോൾ തുടരട്ടെ. ഓക്കെ, ഓൾ ദി താങ്ക് യു ബ്രോ. യെസ്.